നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് വൃശ്ചികം രാശിയിൽ ജനിച്ച ഒരു വ്യക്തിയുടെ ഗുണദോഷങ്ങളും വൃശ്ചികം രാശി ലഗ്നമായി വരുമ്പോഴും ചന്ദ്രരാശിയായി വരുമ്പോഴും എന്തൊക്കെ ഫലങ്ങളാണ് ആ രാശിക്ക് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായി വൃശ്ചികം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങൾ ഏതെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികം രാശി. ഈ രാശിക്ക് ഒരു ഫലമുണ്ട്. ഈ രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ എന്ത് ഫലമാണ് നമുക്ക് അനുഭവിക്കേണ്ടതെന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യമായി നമുക്കതൊരു ശ്ലോക രൂപത്തിൽ നോക്കാവുന്നതാണ്. പ്രതുല നയനവക്ഷ വൃത്ത ജംഗോരുജാനു ജനക ഗുരുവിയുക്ത ശൈശവേ വ്യാധിതശ്ച നരപതി കുല പൂജ്യ പിങ്കള ക്രൂര ചേഷ്ടോ ജശകുലിശകാംഗ ഛന്നപാവോ അളിജാതഃ. മൃദുലനയന വക്ഷ, വലിയ കണ്ണുകളോട് കൂടിയവനും വിരിഞ്ഞ മാറിടത്തോടു കൂടിയവനുമായിരിക്കും വൃശ്ചിക രാശിയിൽ ജനിക്കുന്ന വ്യക്തി. ഈ വ്യക്തിയുടെ കണ്ണിന് പല പ്രത്യേകതകൾ ഉണ്ടാകും. അതുപോലെ ഈ നെഞ്ചുഭാഗം നല്ല വിരിഞ്ഞ് നന്നായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അദ്ദേഹത്തിന് ഈ പോലീസിലും അതിലൊക്കെ കിട്ടാനൊക്കെ സാധ്യത വളരെ കൂടുതലായിരിക്കും. വൃത്ത ജംഗം ഊരു ജാനു, കണങ്കാല്, മുട്ടുകള് നന്നായിരിക്കും. ഇതിനെല്ലാം വൃത്താകൃതിയായിരിക്കും കൂടുതലും പ്രാധാന്യം ചെയ്യുന്നത്. ഈ മുട്ടിന് വൃത്തം കൂടുതൽ പ്രാധാന്യമായിരിക്കും. കണങ്കാലുകൾക്കും വട്ടത്തിന് പ്രാധാന്യം കൂടുതലായിരിക്കും. ഈ വൃത്തത്തിന് ഇവർക്ക് പൊതുവെ പ്രാധാന്യം കൂടിയ ഒരു രാശിയാണ് വൃശ്ചിക രാശിക്കാർ. ജനക ഗുരുവിയുക്ത, ജനകനാലും ഗുരുവിനാലും ബാല്യത്തിൽ തന്നെ വിട്ടുപിരിഞ്ഞ് കഴിയേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ടാവാം. അത് പല രീതിയിലായിരിക്കും ഉണ്ടാകുന്നത്. അത് ചിലപ്പം കൊച്ചു ജനിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ജോലി സംബന്ധമായിട്ട് അച്ഛൻ മാറി താമസിക്കേണ്ടതായിട്ടുള്ള ഇടയുണ്ടാകാം. ഇരുന്ന വ്യക്തി ഗുരുവിൽ നിന്നും അകന്നു മാറിപ്പോകേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ടാവാം. ബോർഡിങ്ങിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ തന്നെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ശൈശവേ വ്യാധിതശ്ച, അപ്പം വ്യാധി, അസുഖങ്ങൾ, വിട്ടുമാറാത്ത അസുഖങ്ങൾ കുഞ്ഞുനാളിൽ തന്നെ ഉണ്ടാവുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നരപതി കുലപൂജ്യ പിങ്കള ക്രൂര ജ്യേഷ്ഠ, നരപതി രാജാക്കന്മാര് മുതലായവരിൽ നിന്നും ഒരുപാട് അംഗീകാരങ്ങളും ആശംസകളും നേടുവാൻ ഇവർക്ക് വളരെയധികം സാധ്യത കൂടുതലാണ്. രാജാക്കന്മാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ വ്യക്തികളെ. ഈ വൃശ്ചിക രാശിയിലോ ജനിക്കുന്ന വ്യക്തികളോട് ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലായിരിക്കും. അല്ലെങ്കിൽ രാജകുടുംബത്തിൽ ജനിച്ചാലും അതുണ്ടാകാം. രാജകുടുംബത്തിൽ, ഇന്നത്തെ കാലത്ത് മന്ത്രി കുടുംബത്തിലോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ PA ഒക്കെ ആയിട്ടൊക്കെ ഉണ്ടാവാം. പൂജ്യ പിങ്കള ക്രൂര ജ്യേഷ്ഠ, പിങ്കളവർണം, തേനിന്റെ നിറത്തോടു കൂടിയ നിറമായിരിക്കും ഇവരിൽ അധികം പേരിലും കണ്ടുവരുന്നത്. വൃശ്ചികം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ പിങ്കളവർണത്തിന് പ്രാധാന്യം കൂടുതലായിരിക്കും ഈ രാശിയിൽ. ക്രൂരജ്യേഷ്ഠ, ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്നവനും ക്രൂരകർമ്മങ്ങളിൽ താല്പര്യമുള്ളവനുമായിരിക്കും. പക്ഷേ എങ്കിലും ജാതകത്തിൽ വ്യാഴന്റെയോ ശുക്രന്റെയോ ബുധന്റെയോ ഒക്കെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ആ ഫലം പൂർണ്ണമായിട്ടും അനുഭവിക്കേണ്ടി വരില്ല. പല രീതിയിലുള്ള ദൃഷ്ടികളും യോഗങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഫലത്തിന് വളരെ വ്യത്യാസങ്ങൾ ഉണ്ടാവുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ആയിത്തീരണമെന്ന് ഇല്ല. ജശകുലി ശകാംഗ ഛന്നപാവോ അളിജാതഃ, ജശം, മത്സ്യരേഖ മുതലായ രേഖകൾ ഇവരുടെ കൈകളിൽ ഉണ്ടാകുവാൻ വളരെ സാധ്യത കൂടുതലാണ് ഈ വൃശ്ചിക രാശിക്കാർക്ക്. അത് നിങ്ങൾ കയ്യിൽ നോക്കുമ്പം മത്സ്യരേഖയൊക്കെ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഛന്നപാവോ അളിജാതഃ, പാപങ്ങൾ മറച്ചു വയ്ക്കുന്നവനായിരിക്കും. പാപകർമ്മങ്ങൾ ആരോടും പറയാതെ മറച്ചു വയ്ക്കുക എന്നൊക്കെ ഉള്ള രീതി പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും പാപകർമ്മങ്ങൾ മറച്ചു വയ്ക്കുക എന്ന് പറയുന്നതിനും ഈ ഫലങ്ങൾക്ക് വ്യത്യാസം വരാം. പല രീതിയിലുള്ള ബുധന്റെയോ വ്യാഴന്റെയോ ശുക്രന്റെയോ ഒക്കെ ദൃഷ്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിന് പല വ്യത്യാസങ്ങളും വരാം. പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടായാൽ പാപത്വം കൂടുമെന്നും പറയേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ടാകും. അതുപോലെ ഈ രാശിക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യകാലങ്ങളിൽ ഇവർ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കും. എന്ത് കാര്യങ്ങളിലും ആദ്യകാലങ്ങളിൽ താമസം ഉണ്ടാകുമെങ്കിലും പിന്നുള്ള കാലങ്ങളിലാണ് ഇവർക്ക് ഉയർച്ച. ഇതൊരു ശീർഷോദയ രാശിയാണ്. അതുപോലെ പകൽ ബലമുള്ള രാശിയുമാണ്.
ഇവർക്ക് പകലിന് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു രാശിക്കാരും കൂടെയാണ് വൃശ്ചിക രാശിക്കാർ. പകൽ സമയത്ത് ഇവർക്ക് എന്തും ചെയ്തു തീർക്കുവാൻ പറ്റും. എന്നാൽ രാത്രി സമയത്തിനേക്കാളും പകൽ ഇവർ നല്ല ബലവാന്മാരായിരിക്കും. ഇവരുടെ ജീവിതത്തിൽ പല ക്ലേശങ്ങൾ അനുഭവിക്കുമെങ്കിലും ഇവർക്ക് തീർച്ചയായും ഉയർച്ചയുണ്ടാകുന്ന ഒരു രാശിയാണ് വൃശ്ചികം രാശിക്കാർ. കൂടുതലും രാഷ്ട്രീയം പോലുള്ള മേഖലയിൽ ഇവർക്ക് വളരെയേറെ ഉന്നതി ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു കൂറുകൂടിയാണ് വൃശ്ചികക്കൂറ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.